കണ്ണൂർ പാട്യത്ത് ഒരു വാഹനാപകടം ഉണ്ടായി. നിയന്ത്രണം വിട്ട ട്രാവലർ ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു. ഇലക്ട്രിക് പോസ്റ്റ് തകർന്ന് ട്രാവലർ മുകളിലേക്ക് വീഴുകയും ചെയ്തു. താമരശ്ശേരിയിൽ നിന്നും ശ്രീകണ്ഠാപുരത്തേക്ക് പോവുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോസ്റ്റ് ഒടിഞ്ഞ് ഈ ട്രാവലറുടെ മേളിൽ വീഴുകയായിരുന്നു. നാട്ടുകാരുടെ ഇടപെടലുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല എന്നാണ്. 15 പേര് ഈ വാഹനത്തിലുണ്ടായിരുന്നു. കുറച്ച് ആളുകൾക്ക് പരിക്ക് പറ്റിയെന്നും വാർത്ത വരുന്നുണ്ട്. പക്ഷേ പരിക്കുകളൊക്കെ വളരെ നിസ്സാരമാണ് എന്ന ആശ്വാസകരമായ വാർത്തയുണ്ട്. അരുൺ പൂപ്പറമ്പ ഈ അപകടത്തിൻ്റെ കുറച്ച് കാര്യം കൂടി നമ്മോട് പറയും. അരുൺ, പറയൂ. ഗുഡ് മോർണിംഗ്. SKN പാട്യം LP സ്കൂളിന് സമീപത്ത് വെച്ചാണ് ഈ അപകടമുണ്ടായത്. താമരശ്ശേരിയിൽ നിന്നും ശ്രീകണ്ഠാപുരത്തേക്ക് പോവുകയായിരുന്ന സംഘം സഞ്ചരിച്ച ട്രാവലറാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട് റോഡരികിൽ ഉണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഈ വാഹനം ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ ഇലക്ട്രിക് പോസ്റ്റ് തകർന്ന് ഈ വാഹനത്തിന് ഈ ട്രാവലറിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്തു. ആ സമയത്ത് വൈദ്യുതി പ്രവാഹം ഉണ്ടായിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പെട്ടെന്ന് തന്നെ ശബ്ദം കേട്ട നാട്ടുകാർ ഇടപെട്ട് ഈ KSB ഓഫീസിലൊക്കെ വിളിച്ച് ഈ വൈദ്യുതി കട്ട് ചെയ്തു. അതിനുശേഷമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. മുഴുവൻ പേരെയും പെട്ടെന്ന് തന്നെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു. ആർക്കും തന്നെ കാര്യമായ പരിക്കുകളില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ നാട്ടുകാരുടെ ഇടപെടൽ എടുത്തു പറയേണ്ടതാണ്. ആ ഇലക്ട്രിക് പോസ്റ്റ് ഈ വാഹനത്തിന് മുകളിലേക്ക് വീഴുമ്പോൾ വൈദ്യുതി പ്രവാഹമുണ്ട്. നാട്ടുകാർ കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. ഇപ്പോൾ 15 പേർക്കും നിസ്സാരമായിട്ടുള്ള പരിക്കുകൾ മാത്രമേ ഉള്ളൂ. SK, ഈ അപകടം കണ്ട ഒരു നാട്ടുകാരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഈ വണ്ടി വന്നിട്ട് ഈ പോസ്റ്റിന് അടിച്ച് പോസ്റ്റ് അടിക്കാൻ തകർന്നു പോയതാണ്. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല. ഇതിപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 4ാമത്തെ പ്രാവശ്യമാണ്. ഈ സ്കൂളിൻ്റെ മതിൽ ഒരു 2 പ്രാവശ്യമായി വണ്ടി വന്ന് അടിച്ചിട്ട് പൊട്ടുന്നു. അതുപോലെ തന്നെ ഈ പോസ്റ്റ് ഇത് 2ാമത്തെ പ്രാവശ്യമാണ് പൊട്ടുന്നത്. ഈ എന്തെങ്കിലും ഒരു സംവിധാനം ഈ ഒരു ടേണിങ്ങിൽ ഇല്ലെങ്കിൽ ഇനിയും വലിയ അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.